നമസ്കാരം. ഇപ്രാവശ്യം നമ്മൾ ചർച്ച ചെയ്യുന്നത് നമ്മുടെ ബഹുമാന്യനായ പ്രധാനമന്ത്രി ഒരു 7 അഭ്യർത്ഥനകൾ രാഷ്ട്രത്തിന് മുന്നിൽ വച്ചിരുന്നു. അത് വലിയ തോതിൽ ചർച്ചയുമായി. എന്ത് പറഞ്ഞാലും അതിനെ വിപരീതാർത്ഥത്തിലെടുക്കുന്ന കുറേ ആളുകൾ നമ്മുടെ ഇടയിലുണ്ടല്ലോ. നമ്മൾ ഇന്ന് ഈ 7 അഭ്യർത്ഥനകൾ എന്തൊക്കെയാണ്, അതിൻ്റെ റീസൺ എന്താണ് എന്നുള്ളതിനെ പറ്റി ഒരു ചെറിയ അനാലിസിസ് ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ആദ്യത്തെ അദ്ദേഹം പറഞ്ഞ വീട്ടിലിരുന്ന് ജോലി ചെയ്യുക. അപ്പോൾ ഈ ലോക്ക്ഡൗൺ പോലെയുള്ള ഒരു കാര്യമല്ല അദ്ദേഹം പറഞ്ഞത്. എന്തുകൊണ്ടാണ് സാധ്യമാകുന്ന ഇടത്തെല്ലാം വർക്ക് ഫ്രം ഹോം നടത്തണം എന്ന് പറയുന്നത്? ഇത് ഡെഫിനറ്റായിട്ടും ഒരു നഗരങ്ങളിലെ തിരക്ക് കുറയ്ക്കുക, അപ്പോൾ ഫ്യൂവൽ എഫിഷ്യൻസി ഉണ്ടാക്കുക, അങ്ങനെ ഉപഭോഗം കുറയ്ക്കുക. അതായത് നമ്മുടെ പെട്രോൾ, ഡീസൽ, ഇന്നത്തെ ഒരു ജിയോ പൊളിറ്റിക്കൽ സിറ്റുവേഷനിൽ എസ്പെഷ്യലി മിഡിൽ ഈസ്റ്റിൽ നിന്നും എണ്ണ കൊണ്ടുവരാനുള്ള പ്രയാസങ്ങൾ കണ്ട സ്ഥിതിക്ക്, അതുപോലെ തന്നെ പല റിഫൈനറികളിലും ഇറാൻ ബോംബിട്ട് തകർക്കുകയും മറ്റുമൊക്കെ ചെയ്ത ആ ഒരു സാഹചര്യത്തിൽ എണ്ണ വില വളരെയധികം വർദ്ധിക്കുക, അതിൻ്റെ ലഭ്യത വില കൂടി എന്നുള്ളതിനേക്കാൾ അതിൻ്റെ ലഭ്യത കുറഞ്ഞു എന്നുള്ളതാണ്. നമ്മളത് വേറെ സ്ഥലങ്ങളിൽ നിന്നൊക്കെ ഇതിനെ കൊണ്ടുവരാനുള്ള ഒരു പദ്ധതിയുണ്ട്. റഷ്യയിൽ നിന്ന് കൂടുതൽ വരുന്ന കാര്യം ചെയ്യുന്നുണ്ട്. ഫുജറെ പോർട്ട് ഹോർമുസിൻ്റെ അത് ബൈപ്പാസ് ചെയ്താണ്. അപ്പോൾ ഫുജറയുമായിട്ട് സംസാരിക്കുന്നുണ്ട് UAE. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിലും നമ്മളൊരു പ്രിവെൻറ്റീവ് ഒരു പ്രിക്കോഷൻ എന്നുള്ള നിലയ്ക്ക് ഈ ഉപഭോഗം കുറയ്ക്കുക. അപ്പോൾ വർക്ക് ഫ്രം ഹോം ആകുമ്പോൾ ഒരു ആളുകൾക്ക് ട്രാവൽ ചെയ്യാം. പലരും നമുക്കറിയാം ഈ ഒരു IT മേഖലയിലും മറ്റുമൊക്കെ എല്ലാവരും അവരവരുടെ കാറിലോ സ്കൂട്ടറിലോ അവരവരുടെ സ്വന്തം വണ്ടികളിലാണ് സഞ്ചരിക്കുന്നത്. അപ്പം അങ്ങനെ വരുമ്പോൾ ഒരു തിരക്ക് കൂടും, അതുപോലെ തന്നെ എണ്ണയുടെ ഉപഭോഗവും കൂടും. അതുകൊണ്ടാണ് അദ്ദേഹം അങ്ങനൊരു ഒരു അപ്പീൽ, ഒരു അപേക്ഷ മുന്നോട്ട് വെച്ചത്. അല്ലെങ്കിൽ ഒരു നിർദ്ദേശം എന്ന് പോലും പറയാനൊക്കില്ല, അദ്ദേഹത്തിൻ്റെ ഒരു സജഷനാണ്. ഇങ്ങനെയൊക്കെ ചെയ്താൽ നമുക്ക് ഒരു പ്രിക്കോഷൻ, നമ്മുടെ ഒരു എക്കോണമിയെ പ്രിസർവ് ചെയ്യാൻ പറ്റും. ഒരു ദീർഘവീക്ഷണമാണ്. അപ്പോൾ രണ്ടാമത് അദ്ദേഹം പറഞ്ഞത് വളരെ കോൺട്രവേഴ്സ്യലായിട്ട് നമ്മൾ കാണുന്നത്, 2 സ്വർണം വാങ്ങിക്കുന്നത് ഒന്ന് ഡിലേ ചെയ്യുക. നിങ്ങൾ അത്യാവശ്യത്തിന് വേണ്ടി മാത്രം ഈ പറയുന്ന സ്വർണം വാങ്ങിക്കുക. ഇമ്മീഡിയറ്റ് ആയിട്ട് നമ്മൾ ഈ 67 മറന്നു, ഇന്ദിരാഗാന്ധി ഇതേ കാര്യം പറഞ്ഞത് മറന്നു, ചിദംബരം എനിക്ക് തോന്നുന്നു 2012 11 മറ്റോ അദ്ദേഹം പറഞ്ഞു. ഇതെല്ലാം പറഞ്ഞിട്ട് എല്ലാവരും മോദി സ്വർണം വാങ്ങിക്കരുതെന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് എന്നുള്ളതായി. അദ്ദേഹം പറഞ്ഞതിൻ്റെ കാരണം എന്താ? ഏതാണ്ട് $79 ബില്യൺ ഒരു ഇമ്പോർട്ടാണ് നമ്മൾ കഴിഞ്ഞ വർഷം സ്വർണത്തിൽ ഉണ്ടാക്കിയത്. അപ്പം അതൊരു അൺപ്രൊഡക്റ്റീവ് അസറ്റായിട്ടാണ് കാണുന്നത്. ഇത് വാങ്ങിച്ച് വീട്ടിൽ വയ്ക്കുന്നതുകൊണ്ട് പ്രൊഡക്റ്റീവായിട്ടുള്ള ഇതില്ല. അപ്പോൾ 2 കാര്യങ്ങളാണ്. ഒന്ന്, നമ്മുടെ ഇമ്പോർട്ട് ബില്ല് കുറയുക. 2, ഈ പണം ക്രിയാത്മകമായി പ്രൊഡക്റ്റീവായി യൂട്ടിലൈസ് ചെയ്യാനായിട്ടുള്ള സാധനം. നാച്ചുറലി ഇത് വാങ്ങിച്ചിട്ടില്ലെങ്കിൽ ബാങ്കിലോ മ്യൂച്വൽ ഫണ്ടിലോ മറ്റോ നിക്ഷേപം നടക്കും. അത് ഒരു നമ്മുടെ എക്കോണമിക്ക് ഒരു പ്രൊഡക്റ്റീവായിട്ടുള്ള യൂട്ടിലൈസേഷന് വഴിതെളിക്കുകയും ചെയ്യും. അപ്പോൾ ഇതാണ് അതിൻ്റെ കാരണം. അല്ലാതെ നമ്മൾക്ക് അന്നുണ്ടായതുപോലെ ഒരു രീതിയിലുള്ള കരുതൽ റിസർവ് ഒന്നും, അല്ലെങ്കിൽ നമ്മുടെ ഫോറിൻ റിസർവ് ഒന്നും താഴോട്ട് പോയിട്ടല്ല, കറണ്ട് അക്കൗണ്ട് ഡെഫിസിറ്റ് ഉണ്ടായിട്ടല്ല. ഇതൊരു ദീർഘവീക്ഷണമാണ്. ഒരു സാധാരണ പ്രൂഡൻ്റായിട്ട് ചിന്തിക്കുന്ന ഈ ലാസ്റ്റ് മിനിറ്റിലല്ല ഇതൊന്നും ചെയ്യുന്നത്. നമ്മളൊരു ദീർഘവീക്ഷണം. അപ്പം നേരത്തെ നമുക്കറിയാം GSTയുടെ കാര്യത്തിലാണെങ്കിലും അതുപോലെ തന്നെ ഇൻകം ടാക്സിൻ്റെ കാര്യത്തിലാണെങ്കിലും ഒരു ഡിപ്രഷൻ വരും അല്ലെങ്കിൽ ഒരു റിസഷൻ വരും എന്ന് കണ്ട സമയത്തിന് മുന്നോടിയായിട്ട് തന്നെ ആ ഒരു ഇംപ്ലിമെൻറ്റേഷൻ നടന്നു. ആളുകളുടെ പണം കൂടുതൽ കയ്യിൽ വന്നു, കൺസംഷൻ കൂടി. നമ്മുടെ GST വരുമാനം കഴിഞ്ഞ വർഷം സർവകാല റെക്കോർഡിട്ടു. അപ്പോൾ ഈ രീതിയിലുള്ള വളരെ ദീർഘവീക്ഷണമുള്ള ഒരു റിക്വസ്റ്റ് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ രണ്ടാമത്തത്. 3, ഇന്ധന ഉപഭോഗം. നാച്ചുറലി സംതിങ് അതിൻ്റെ എന്തിനാണ് വെറുതെയുള്ള യാത്രകളും കാര്യങ്ങളും ഒക്കെ ഇന്ധനത്തിൻ്റെ പോകും. കാരണം ഇതെല്ലാം നമ്മൾ ഈ ഇമ്പോർട്ട് ഡിപ്പെൻഡൻ്റ് ആണ്. അപ്പോൾ ഇവിടുത്തെ ഒരു കൺസംഷൻ കുറയുന്നതനുസരിച്ച് അതിൻ്റെ ഇമ്പോർട്ടിൻ്റെ തോത് കുറയ്ക്കാനും
കുറെ കൂടെ നമുക്ക് മെറ്റീരിയൽ ആയിട്ട് നമ്മളൊരു എന്താ പറയുന്ന ഒരു പബ്ലിക് ട്രാൻസ്പോർട്ട് കൂടുതൽ യൂസ് ചെയ്യുക. അങ്ങനെ വരുമ്പോഴത്തേക്ക് ട്രെയിൻ ആകട്ടെ, പൊതു ഗതാഗത സംവിധാനങ്ങൾ ഉപയോഗിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു മിച്ചം, അല്ലെങ്കിൽ അതിനൊരു ഉപഭോഗം കുറയുന്ന ഒരു രീതി. അപ്പം നാച്ചുറലി പെട്രോൾ ഡീസലിന് വളരെ ശക്തമായിട്ടുള്ളൊരു നിയന്ത്രണം സ്വന്തമായിട്ടുണ്ടാകണം. ഇത് ഗവൺമെൻറ് ഈ വില കൂട്ടിയോ ഒന്നല്ല, ഈ വില കൂട്ടരുത് എന്നുള്ളത് കൊണ്ടുള്ള ഒരു റിക്വസ്റ്റാണ് അദ്ദേഹം ചെയ്തിരിക്കുന്നത്. നാലാമത്തത് പാചക എണ്ണ. ഇതുപോലെ തന്നെ നമ്മളിവിടെ പലരും വെളിച്ചെണ്ണ യൂസ് ചെയ്യുന്നത് നമ്മുടെ ലോക്കലി പ്രൊഡ്യൂസ് ചെയ്ത കാര്യമാണ്. പക്ഷേ മെയിനായിട്ടുള്ളൊരു ഇമ്പോർട്ട് എന്ന് പറയുന്നത് മലേഷ്യയിൽ നിന്നും ഇന്തോനേഷ്യയിൽ നിന്നും മറ്റുമൊക്കെ നമ്മൾ ചെയ്യുന്നത് പാം ഓയിലിൻ്റെ ഇമ്പോർട്ടാണ്. ആ ഇമ്പോർട്ട് നമുക്ക് വളരെ ശക്തമായ എഗെയിൻ ഒരു ഫോറിൻ എക്സ്ചേഞ്ച് ഔട്ട്ഫ്ലോ ഉണ്ട്. അതുകൊണ്ടാണ് അദ്ദേഹം പറയുന്നത് പാചക എണ്ണയുടെ അതിനൊരു ഹെൽത്ത് റീസണും കൂടെ ഉണ്ട്. എണ്ണ അമിതമായിട്ട് പാം ഓയിലൊക്കെ വാസ്തവം പറഞ്ഞാൽ വളരെ ആരോഗ്യത്തിന് ഹനിക്കുന്ന ഒരു എണ്ണയാണെന്ന് പോലും ഇന്ന് പല ആഹാര സാധനങ്ങളുടെയും പുറത്ത് നോക്കിയാൽ നോ പാം ഓയിൽ എന്ന് എഴുതി വച്ചിരിക്കുന്ന സിറ്റുവേഷനിലോട്ടാണ് നമ്മൾ കാണുന്നത്. അപ്പം നിയന്ത്രിക്കുക. കാരണം എഗെയിൻ അതിൻ്റെ ഇഷ്യൂ എന്ന് പറയുന്നത് നമുക്ക് ഫോറെക്സ് സേവ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. പിന്നെ അതുപോലെ തന്നെയാണ് പ്രകൃതിദത്ത കൃഷിയിലേക്ക് മാറുക. ഓർഗാനിക് കൃഷി അല്ലെങ്കിൽ നാച്ചുറൽ ആയിട്ടുള്ള ഫെർട്ടിലൈസർ യൂസ് ചെയ്തുള്ള കൃഷി. അപ്പോൾ ഇതും ഇമ്പോർട്ട് ഡിപ്പെൻഡൻ്റ് ആണ്. ഫെർട്ടിലൈസർ മുഴുവൻ നമ്മൾക്ക് ചൈനയിൽ നിന്നും മറ്റുമൊക്കെ ഉള്ള യൂറിയയും ഒക്കെ ഇമ്പോർട്ട് ചെയ്താണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അദ്ദേഹം പറഞ്ഞ ആ അഞ്ചാമത്തെ കാര്യവും നാച്ചുറൽ ഫാമിംഗ്, നമ്മൾ ഈ ഗോബറും ചാണകവും മറ്റുമൊക്കെ യൂസ് ചെയ്തിട്ടുള്ളതാണെങ്കിൽ ഒരു പക്ഷേ നമുക്ക് കുറേ കാര്യങ്ങൾ ബെറ്റർ ആവും. ഓർഗാനിക് കൃഷി വളരെ നല്ലതാണ്. അപ്പോൾ അതുപോലെ തന്നെയുള്ള ഈ സിന്തറ്റിക് ആയിട്ട് ഇമ്പോർട്ടഡ് ആയിട്ടുള്ള ഫെർട്ടിലൈസേഴ്സിൻ്റെ യൂസ് കുറയ്ക്കാനൊക്കും. വിദേശ നാണ്യം നമുക്ക് സേവ് ചെയ്യാനൊക്കും. സ്വദേശി ഉൽപ്പന്നങ്ങൾ സ്വീകരിക്കുക. നമ്മുടെ എക്കോണമി നിലനിൽക്കണമെങ്കിൽ ഇവിടെ എല്ലാം നമ്മൾ പല പ്രാവശ്യം പറഞ്ഞൊരു കാര്യം എന്ന് പറയുന്നത് ഫോറിൻ ബ്രാൻഡ്സ് നമ്മൾ യൂസ് ചെയ്യുമ്പം നമ്മൾ ഈ വാങ്ങിക്കുന്ന എല്ലാ സാധനത്തിൻ്റെയും ഒരു പെർസെൻറ്റേജ് ഇത് വിദേശ കമ്പനികൾക്ക് പോകുന്നതാണ്. ആ വിദേശ കമ്പനിയിൽ പോകുന്നതിൻ്റെ തോതെന്ന് പറയുന്നത് ഇന്ന് ഹിന്ദുസ്ഥാൻ യൂണിലിവറും മറ്റുമൊക്കെ ഈ വെറുതെ ഒരു പേര് യൂസ് ചെയ്യുന്നത്, ആ പേര് യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള പണം നമ്മൾ ആ IP യൂസ് ചെയ്യുന്നതിനുള്ള പണം ചിലവാക്കുന്നത് ഫോറിൻ എക്സ്ചേഞ്ച് ഔട്ട്ഫ്ലോ വളരെ ഹൈ ആണ്. അതുകൊണ്ടാണ് സ്വദേശി നിർമ്മിതമായ സാധനങ്ങൾ, സ്വദേശി ബ്രാൻഡുകൾ, നിർമ്മിതം എന്നുള്ളതല്ല. ഒരിക്കൽ ഈ പറയുന്ന പോലെ വലിയ വിദേശ ബ്രാൻഡുകളൊക്കെ ആണെങ്കിലും ഇന്ത്യയിലുള്ള ഇത്രയും ആളുകൾക്ക് തൊഴിലില്ലേ എന്നൊക്കെ ചോദിക്കുന്ന ആളുകളുണ്ട്. ആ ബ്രാൻഡിൻ്റെ ഒരു കോസ്റ്റ് ഉണ്ട്. അത് വിദേശത്തേക്ക് അയക്കുമ്പോൾ നമ്മുടെ വിദേശ നാണ്യ ശേഖരത്തിനെയാണ് അത് ബാധിക്കുന്നത്. അതുകൊണ്ട് ബ്രാൻഡ് എന്തിനാണ് സ്വദേശി ഉൽപ്പന്നങ്ങളും സ്വദേശി ബ്രാൻഡുകളും യൂസ് ചെയ്യാൻ അദ്ദേഹം പറയുന്നത്. അതുപോലെ തന്നെ വിദേശയാത്ര. എഗെയിൻ നമുക്കറിയാം, വിദേശയാത്ര നടക്കുമ്പോൾ ഫോറിൻ എക്സ്ചേഞ്ച് നമ്മുടെ കയ്യിൽ നിന്ന് പോകും. ഇന്ന് ഭാരതത്തിൻ്റെ ഒരു എക്കോണമി വലുതായി കൊണ്ടിരിക്കുന്നു. ആളുകൾ വിദേശത്ത് പോകുന്നത് കൂടിക്കൊണ്ടിരിക്കുന്നു. വിദേശ പഠനത്തിന് പോകുന്നു. അപ്പോൾ അവരുടെ പേരൻസ് അവരെ സന്ദർശിക്കുന്നു. ഇങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്കും നമ്മുടെ ഒരു സ്ട്രെസ് ഉണ്ടാകും. നമ്മളിപ്പോൾ ഏതാണ്ട് എനിക്ക് തോന്നുന്നു $690 ബില്യൺ റിസർവ് ഉണ്ട്. ആ റിസർവിനൊന്നും ഒരു ബുദ്ധിമുട്ടില്ല. പക്ഷേ ഈ പറയുന്ന 126, 150 എന്നൊക്കെ പറയുന്ന ലെവലിലേക്ക് ഓയിലിൻ്റെ ഇമ്പോർട്ടിൻ്റെ അല്ലെങ്കിൽ ഓയിൽ റേറ്റ്സ് കൂടുകയാണെങ്കിൽ നാച്ചുറലി നമ്മുടെ ഇതിൻ്റെ ഡിപ്ലീഷൻ ഉണ്ടാകും. ആ ഡിപ്ലീഷൻ ഒരു കരുതലായിട്ടാണ് നമ്മളെല്ലാവരും കൂടെ സഹകരിച്ച് ഇതിനെ നമ്മുടെ രാഷ്ട്രത്തിന് വേണ്ടി മുന്നോട്ട് പോകണം എന്നൊരു അപ്പീല് നമ്മുടെ പ്രിയപ്പെട്ട പ്രധാനമന്ത്രി നൽകിയിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും സഹകരിക്കുമല്ലോ അല്ലേ? താങ്ക് യു.